നോർത്ത് ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ഡിഷായ ആലു പറാത്തയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു 3 കപ്പ് ഗോതമ്പ് എടുത്തിട്ട് ഉപ്പിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി കുഴക്കും പോലെ കുഴച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, നോർത്ത് ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ഡിഷായ ആലു പറാത്തയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു 3 കപ്പ് ഗോതമ്പ് എടുത്തിട്ട് ഉപ്പിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ചപ്പാത്തി കുഴക്കും പോലെ കുഴച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, സവോള എല്ലാം ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കുറച്ച് മല്ലിത്തഴ ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ഇട്ടാൽ ഇനി നമുക്ക് ചപ്പാത്തി പരത്തും പോലെ മാവിന് കുറേശ്ശായിട്ട് ഇതുപോലെ പരത്തിയിട്ട് അതിന് മുകളിൽ കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഉരുളകളാക്കി എടുക്കുക. ഇനി ഒന്നുകൂടെ ഒന്ന് ചപ്പാത്തി കല്ലിലിട്ട് ഇത് കട്ടിയായിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് ഇതിന് നേരെ ചൂടായ തവിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡിൽ ടേസ്റ്റുള്ള ആലു പറാത്ത അവിടെ റെഡി ഇട്ടോ. ഇത് ചൂട്ടോട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. കിഡിലെ ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.